പുതുപ്പള്ളി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ കാറ്റിലും മഴയിലും വീടുകൾ തകർന്നു. പുതുപ്പള്ളി 2-ാം വാർഡ് തലപ്പാടിയിൽ മനോജ്, ബാബു എന്നിവരുടെ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നുപോയി. ഇന്നലെ രാത്രിയോടെയായിരുന്നു സംഭവം. മനോജിന്റെ വീടിന്റെ മുകളിലെ ആസ്ബറ്റോസ് ഷീറ്റുകൾ പൂർണ്ണമായും പറന്നുപോയി. ആസ്ബറ്റോസ് ഷീറ്റുകൾ ഒടിഞ്ഞു വീണ് മനോജിന്റെ തലയ്ക്ക് പരിക്കേറ്റു. പെട്ടെന്ന് കൊച്ചിനെ എടുത്തുകൊണ്ട് ഞാൻ അകത്തോട്ട് കയറിപ്പോയപ്പം ഷീറ്റെല്ലാം ഇങ്ങനെ പറന്ന് പോകുന്ന ഒച്ച മാത്രമേ കേൾക്കാം. ഇതൊക്കെ തലയിലോട്ട് വന്ന് ഏതാണ്ട് വീട് കട്ടയാണ് ഞാൻ ഓർത്തെ. അത് കഴിഞ്ഞ് പിന്നെ പിള്ളേരെ എല്ലാം തപ്പി പിടിച്ചു ഒരു മൂലയിലോട്ട് ആക്കി കഴിഞ്ഞപ്പോഴാണ് കൈ വെച്ചിങ്ങനെ നോക്കിയപ്പോൾ ചോര വരുന്നത്. അന്നേരം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, എല്ലാവരും പറിച്ച് നിൽക്കില്ലായിരുന്നു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ആകാശം മാത്രം കാണാം വീടിനകത്ത്. അവസ്ഥയായിപ്പോയി. അമ്മയും ഭാര്യയും മക്കളും ചേട്ടനും അടങ്ങുന്ന കുടുംബമാണ് മനോജിന്റേത്. മനോജിന്റെ സഹോദരൻ ബാബുവിന്റെ വീടിന്റെ മേൽക്കൂരയും തകർന്നു. നിത്യരോഗിയായ ബാബുവിന് ഭാര്യയും പെൺമക്കളുമാണ് ഉള്ളത്. തിങ്കളാഴ്ച രാവിലെ വാർഡ് മെമ്പർ ശാന്തമ്മ തോമസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രമോദ് കുര്യാക്കോസ് എന്നിവർ സ്ഥലത്തെത്തി വീടിന്റെ സ്ഥിതിഗതികൾ നേരിൽ കണ്ടറിഞ്ഞു. വീടിന്റെ മുകളിൽ താൽക്കാലികമായി പടുത വലിച്ച് കെട്ടിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.